ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അരി അരയ്ക്കാതെയും പൊടിക്കാതെയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിടിലൻ ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഉണ്ണിയപ്പത്തിനായിട്ട് 1 കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അലിയിപ്പിച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം എടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി നല്ലതുപോലെ അലിയിച്ചെടുക്കാം. ഒരു നൂൽ പരുവൊന്നും ആകേണ്ട കാര്യമില്ല. ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്നും തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഉണ്ണിയപ്പത്തിൽ ടേസ്റ്റ് കൂടുന്നതിനായിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. 1/4 കപ്പ് ചെറുതായി അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണിത്. അത് 2 ടീസ്പൂൺ നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ നെയ്യ് മാത്രം ചൂടാക്കി ഒഴിച്ചാൽ മതി. 2 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി ഒഴിക്കുക. നെയ്യിൻ്റെ മണം ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് തരും. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക. ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം 2 പാളയംകോടൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. പാളയംകോടൻ പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ് എടുക്കാവുന്നതാണ്. തണുത്ത ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. പകുതിയിൽ കൂടുതൽ ശർക്കര പാനി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരല്പം ശർക്കര പാനി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 3 ഏലക്കായുടെ അരിയും കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് അരിപ്പൊടി എടുക്കാം. നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കും ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർക്കുക. ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദാപ്പൊടി ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇരുന്ന ശർക്കര പാനിയും കൂടി ഞാനിതിലേക്ക് ചേർക്കുവാണ്. നല്ല കുറുകിയ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് ശർക്കര പാനി കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് 1 നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ നല്ല സോഫ്റ്റായിട്ട് വരുന്നതിനായിട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എള്ള് ചേർക്കാം. 1/2 ടീസ്പൂൺ എള്ളും കൂടി ചേർക്കുക. എള്ളും തേങ്ങാക്കൊത്തും ഓപ്ഷണലാണ്. ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി മാവിലേക്ക് ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും ഓരോ ടീസ്പൂൺ മാവ് കോരി ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരി ഒഴിക്കാൻ, അല്ലെങ്കിൽ ആദ്യത്തേതൊക്കെ കരിഞ്ഞു പോകും. എല്ലാ കുഴികളിലും നിറച്ചു കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് എല്ലാ സൈഡും നല്ലതുപോലെ ബ്രൗൺ കളറിലായി നല്ല പാകത്തിനായി വരും. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂവർ ഉപയോഗിച്ച് എണ്ണയിൽ നിന്നും കുത്തിയെടുക്കാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമാണ്. അരി അരയ്ക്കേണ്ട, പൊടിക്കേണ്ട, ഇതൊന്നും ചെയ്യേണ്ട. നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്